ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു വാക്കാണ് സുഗത ഷമീർ. ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ജീവിതം തന്നെ പ്രതിസന്ധിയിലായപ്പോൾ ഭയം മറന്ന സുഗത മരംവെട്ടുകാരിയായി. ഈ വനിതാ ദിനത്തിൽ സുഗതയുടെ മനക്കരുത്തിന്റെ കഥയും പ്രചോദനമാണ്. സ്വന്തം നാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കരിമ്പ ഷമീറിനെ നമുക്കറിയാം. ഏതൊരു ദുരന്തമുഖത്തും ഓടിയെത്തുന്ന ഷമീറിന്റെ സാന്നിധ്യം എല്ലാവർക്കും ആശ്വാസമായിരുന്നു. ഷമീറിന്റെ വിയോഗം ഭാര്യയെയും 4 മക്കളെയും തള്ളിയിട്ടത് പ്രതിസന്ധികളുടെ ഊരാക്കുടുക്കിലേക്കായിരുന്നു. എന്നാൽ വിധിയോട് പോരാടാൻ സുഹദ തീരുമാനിച്ചു. ധൈര്യമായത് 4 മക്കളുടെ മുഖമാണ്. ഷമീറിന്റെ തൊഴിലായ മരം വെട്ട് തന്നെ സുഹദയും തിരഞ്ഞെടുത്തു. അവിടുന്ന് അങ്ങോട്ട് ഒരിക്കൽ പോലും സുഹദ ഉയരങ്ങളിൽ ഉലഞ്ഞില്ല. ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സുഹദ ഒരു ജോലിക്കായി കുറെ അലഞ്ഞു. ആരും സഹായിച്ചില്ല. ഒടുവിലാണ് ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിന് തീരുമാനിച്ചത്. കരിമ്പ എന്ന പേരിന് നാടിനെ തന്നെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇക്ക ജീവിച്ചിട്ടുണ്ടായിരുന്നത്. കരിമ്പ എന്ന് പറഞ്ഞിട്ട് തന്നെ ആ ജീവിതം അങ്ങോട്ട് അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഈ ഫീൽഡിൽ ഇറങ്ങി ഇപ്പോൾ അൽഹംദുലില്ലാ ഞാൻ എൻ്റെ മക്കളെ എന്തൊരു കാര്യം അപ്പോഴും എൻ്റെ ചെറിയ കാര്യങ്ങൾ ഞാൻ ഒഴിച്ചു കൂട്ടിയാലും എൻ്റെ മക്കളത് എല്ലാം എനിക്ക് നികത്താൻ പറ്റുന്നുണ്ട്. വേണ്ട പൊരും വെയിലാണ്. ഈ വെയിലത്ത് ആദ്യമൊന്നും നമ്മൾ വീട്ടിലിരുന്നിട്ടുള്ള പണിയായിരുന്നു. ഇപ്പം ഈ വെയിൽ കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ട്. കാരണം നമ്മളെ മക്കൾ പട്ടിണി കിടക്കൂലല്ലോ എന്നുള്ള രീതിക്ക്. ആർക്കു മുന്നിലും കൈനീട്ടരുതെന്ന ദൃഢനിശ്ചയം സുഹദ എന്ന ഉമ്മയുടേതാണ്. ഒരുപക്ഷെ വിധിക്ക് മുന്നിൽ ഇവർ തളർന്നു പോയിരുന്നെങ്കിൽ സുഹദ എന്നൊരാളെ നമ്മൾ ആരും അറിയില്ലായിരുന്നു. സുഹദ നടത്തുന്നത് ഒരു പോരാട്ടമാണ്. വിധിയെ പഴിക്കാതെ, പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തോട് നടത്തുന്ന ഒരു പോരാട്ടം. ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സുഹദ ഒരു ഉത്തമ മാതൃകയാണ്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.